മുഹമ്മദ് റഫി സാബിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന സമ്മാനിക്കണം. ഇന്ത്യയുടെ ഇതിഹാസ ഗായകൻ മുഹമ്മദ് റഫി സാബിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന സമ്മാനിക്കണമെന്ന് ഗാനാസ്വാദകരുടെ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധക വൃന്ദം. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഗായക പ്രതിഭയുടെ ശതാബ്ദി വർഷമാണ് കടന്നുപോകുന്നത്. റഫിയുടെ ആരാധകർ ഭാരതത്തിൽ മാത്രമല്ല ലോകമാകെ വ്യാപിച്ചു കിടക്കുന്നു എന്നതാണ് വസ്തുത. ഗായകനായി മാത്രം തന്റെ ജീവിത നിയോഗം കണ്ട അദ്ദേഹം മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. സിനിമയിൽ തന്നെ പല അവസരങ്ങൾ ലഭിക്കുമായിരുന്നിട്ടും അതെല്ലാം അദ്ദേഹം തൃണവൽക്കരിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കഴിവുകൾ ഒന്നിൽ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന പരമാർത്ഥം. 100 വർഷം മുൻപ് 1924 ഡിസംബർ 24-ന് അമൃത്സർ ജില്ലയിലെ കോട്ട്ല സുൽത്താൻ ഗ്രാമത്തിലാണ് ഭാരതത്തിന്റെ അഭിമാനമായ മുഹമ്മദ് റഫി ജനിച്ചത്. 1940-ൽ സോനിയെ ഹേരിയെ തേരി യാദ്നെ ബഹുത് സതായ എന്ന ഗാനവുമായി അരങ്ങേറ്റം. 1942-ൽ ലൈല മജ്നു എന്ന സിനിമയിൽ പാടിക്കൊണ്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. അക്കാലത്തെ പ്രമുഖ ഗായകരായിരുന്ന സൈഗാൾ, GM ഡുറാനി, ഖാൻ മസ്താൻ എന്നിവരെല്ലാം റഫിയെ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഗസൽ, ഖവാലി, ഭജൻ, ശാസ്ത്രീയ ഗാനം, റോക്ക് ആൻഡ് റോൾ, മൃദുസംഗീതം, പ്രണയഗാനം, ദുഃഖഗാനം, ഹാസ്യഗാനങ്ങൾ പരസ്യമേഖലയിലടക്കം അദ്ദേഹം തിളങ്ങി. 1980-ൽ പുറത്തിറങ്ങിയ ആസ്പാസിലാണ് മരണത്തിന് 2 നാൾ മുൻപ് അവസാനമായി പാടുന്നത്. അതിലെ വരികളും അർത്ഥഗർഭമായിരുന്നു. താനിവിടെ ചുറ്റുവട്ടത്തിൽ തന്നെയുണ്ട് സ്നേഹിത എന്നർത്ഥം വരുന്ന കഹീം ആസ്പാസ് ഹൈ ദോസ് എന്ന ഗാനമാണ് അത്. തനിക്ക് ലഭിച്ച ശബ്ദം ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിച്ച ഗായകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന്റെ ഗുണമേന്മ നിലനിർത്താനും നന്നായി പാടാനും വേണ്ടി ചിട്ടയായ ജീവിതമാണ് നയിച്ചത്. 56-ാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങിയത്. മുഹമ്മദ് റഫി മരണാനന്തരവും ജീവിക്കുന്നതിന്റെ പൊരുൾ അദ്ദേഹം അനശ്വരമാക്കിയ ഗാനങ്ങൾ മാത്രമല്ല, നല്ല മനുഷ്യരായി ജീവിക്കുകയും ജീവിതത്തിലുടനീളം നന്മകൾ പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് കൂടിയാണ്. ഓരോ പാട്ടും അദ്ദേഹം ഇഹലോക സൃഷ്ടാവിന് സമർപ്പിച്ചിരുന്നു. ഒരു ഗായകൻ നല്ല ഗായകനായിരിക്കണം, പക്ഷെ അയാൾ നല്ല മനുഷ്യനായിരിക്കണമെന്നില്ല. എന്നാൽ ഇത് ഒന്നിച്ച് സമ്മേളിച്ച അമൂല്യ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഗാനമേഖലയിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടാനൊന്നും അദ്ദേഹം മെനക്കെട്ടില്ല. തനിക്ക് ലഭിക്കുന്നത് അദ്ദേഹം ദാനം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിച്ച ഒട്ടനവധി സന്ദർഭങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. റഫി സാബിന്റെ ഗാനങ്ങൾ നെഞ്ചേറ്റുന്ന ആരാധക വൃന്ദം രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ റഫി സാബ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. റഫി സാബിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന നൽകണമെന്ന് തങ്ങളുടെ ആഗ്രഹം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. രാജ്യം കണ്ട ഏറ്റവും ഉന്നതനായ ഈ മഹാഗായകന് ഭാരത് രത്ന നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ സംഗീതത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയായിരിക്കും.